ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റിനുള്ള നീക്കം അന്വേഷണ സംഘം സജീവമാക്കിയത്. സിദ്ദിഖിനായി വ്യാപക തെരച്ചിലാണ് കൊച്ചി കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ. നടിയുടെ പരാതിയിൽ കേസെടുത്ത തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചിയിലേക്ക് പുറപ്പെട്ടത്. വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സിദ്ദിഖ് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ ഒളിവിൽ കഴിയുന്നതായാണ് വിവരം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കൊച്ചിയിലെ വീടുകളിൽ പോലീസ് എത്തിയെങ്കിലും സിദ്ദിഖിനെ കണ്ടെത്താനായില്ല. അതേസമയം ജാമ്യം നിരാകരിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം സിദ്ദിഖ് തുടങ്ങിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിദ്ദിഖ് ഇപ്പോൾ എവിടെയാണ്? നമുക്ക് നോക്കാം. റോഷിപാൽ, ശ്യാം ദേവരാജ്, സായ്കുമാർ, അൽ-അമീൻ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചതിന് ശേഷം അവരുടെ മുന്നിലേക്ക് വന്ന പ്രധാനപ്പെട്ട പരാതികളിലൊന്നാണ് സിദ്ദിഖിനെതിരെയുള്ളത്. അതിന്മേൽ തെളിവ് ശേഖരണം അടക്കം തിരുവനന്തപുരത്ത് നടക്കുന്നത് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടു. SIT ഇപ്പോൾ സിദ്ദിഖ് കൊച്ചിയിൽ എവിടെയുണ്ടാകും എന്ന അനുമാനത്തിലാണ്. സുജയ, ഒന്ന് ഇത്തരമൊരു കേസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് തനിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമണം വിശദീകരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഈ നടിയെത്തുന്നത്. പിന്നീട് അത് പരാതിയാകുന്നു. പ്രത്യേക പോലീസ് അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുന്നു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ തന്നെ സിദ്ദിഖിനെ കണ്ടെത്താനുള്ള ശ്രമം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള കേസുകൾ അന്വേഷിക്കുന്ന ഈ സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥയായ മെറിൻ ജോസഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണവും മുന്നോട്ട് പോയത്. പ്രധാനപ്പെട്ട തെളിവുകൾ നേരത്തെ ശേഖരിച്ചതാണ്. പക്ഷേ ഇനി സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് മറ്റു തെളിവുകൾ, ഇതിനെ കൂട്ടിയിണക്കുന്ന തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും പരാതിക്കാരി ഒറ്റയാൾ പോരാട്ടം നടത്തിയാണ് ഇപ്പോൾ സിദ്ദിഖിനെതിരെയുള്ള ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം വരെ എത്തിച്ചത്. ഇനി സിദ്ദിഖ് അപ്പീലുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കുക എന്ന ലക്ഷ്യമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസെടുത്ത FIR രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസിനോടും എത്രയും പെട്ടെന്ന് കൊച്ചിയിലേക്ക് പോകാനുള്ള നിർദ്ദേശവും നൽകിയത്. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് എല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ഈ സിദ്ദിഖിനെ കണ്ടെത്താനുള്ള, സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഈ പോലീസ് സംഘത്തിൻ്റെ വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള പോലീസ് സംഘത്തെ ഏകോപിപ്പിക്കുന്നത്. കൊച്ചിയിൽ തന്നെ എറണാകുളം ജില്ല വിട്ടു പുറത്തേക്ക് പോയിട്ടില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. പക്ഷേ മറ്റ് സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയുന്നില്ല. കാരണം പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സിദ്ദിഖ് എന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി എവിടേക്കാണ് പോയത്? നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ദില്ലിയിലേക്ക് തിരിച്ചിട്ടുണ്ടോ എന്ന സംശയം ഉൾപ്പെടെ അന്വേഷണ സംഘത്തിനുണ്ട്. എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മറ്റ് നേരത്തെ ഇത്തരം കേസുകൾ പ്രതിയായവർ മറ്റ് തൊട്ടടുത്തുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്ക്, ഫാം ഹൗസുകളിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. അത്തരം കേസുകൾ മുൻകാലങ്ങളിലുണ്ടായ ഇത്തരം സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന കേസുകളടക്കം പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ ഇടങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. വളരെ രഹസ്യമായുള്ള നീക്കമാണ് ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള അന്വേഷണ സംഘം നടത്തുന്നതും. കൊച്ചിയിൽ തന്നെ ഉണ്ടെന്ന നിഗമനത്തിൽ വ്യാപകമായ പരിശോധന നടത്തുന്നു. ഒപ്പം തന്നെ ഈ സിദ്ദിഖുമായി അടുത്ത ബന്ധമുള്ളവരുടെ ടെലിഫോൺ വിവരങ്ങൾ ഉൾപ്പെടെ തത്സമയം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.